നമ്മൾ ചെയ്യാൻ പോണ ട്രിക്കിൻ്റെ പേര് ഫൈൻഡിങ് ദ സോൾമേറ്റ്സ് എന്നാണ്. അതായത് നമ്മുടെ കയ്യിൽ 2 കാർഡ് ഉണ്ട്, കിങ് ഓഫ് ഹാർട്ട്സും കിങ് ഓഫ് സ്പേഡ്സും. അപ്പോൾ നമുക്കറിയാം കിങ് ഓഫ് ഹാർട്ട്സിൻ്റെ സോൾമേറ്റ് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആയിരിക്കും. അതേപോലെ കിങ് ഓഫ് സ്പേഡ്സിൻ്റെ സോൾമേറ്റ് ക്യൂൻ ഓഫ് സ്പേഡ്സ് ആയിരിക്കും. നമ്മൾ ഈ ഡെക്ക് എടുത്തിട്ട് നമ്മുടെ സ്പെക്ടേറ്ററിനോട് അല്ലെങ്കിൽ ആരുടെ മുമ്പിലാണോ നമ്മൾ മാജിക്ക് ചെയ്യണേ അവരോട് പറയുക, എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം. നമ്മൾ ജസ്റ്റ് കാർഡ് ഇങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാമെന്ന് പറയാം. അവർ ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് ഓപ്പൺ ആയിട്ട് തന്നെ കിങ് ഓഫ് സ്പേഡ്സ് ഇവിടെ വയ്ക്കുക, എന്നിട്ട് ഈ ഡെക്ക് ക്ലോസ് ചെയ്യുക. എഗെയിൻ അവരോട് പറയുക, എഗെയിൻ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം. അവരിവിടെ സ്റ്റോപ്പ് പറഞ്ഞാൽ എഗെയിൻ നമ്മൾ കിങ് ഓഫ് ഹാർട്ട്സ് വെച്ചിട്ട് ഈ ഡെക്ക് ക്ലോസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഈ ഡെക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കി നോക്കിയാൽ കിങ് ഓഫ് സ്പേഡിൻ്റെ അപ്പുറത്തുള്ള കാർഡ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അത് ക്യൂൻ ഓഫ് സ്പേഡ് ആയിരിക്കും. അതേപോലെ കിങ് ഓഫ് ഹാർട്ട്സിൻ്റെ തൊട്ടപ്പുറത്തുള്ള കാർഡ് നമ്മൾ എടുത്ത് നോക്കിയാൽ അത് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആയിരിക്കും. ഈ ട്രിക്കിന് ഒരു സ്ലൈറ്റ് ഓഫ് ഹാൻഡോ പ്രാക്ടീസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ആദ്യം 4 കാർഡ് എടുക്കുക. ക്യൂൻ ഓഫ് ഹാർട്ട്സ്, കിങ് ഓഫ് ഹാർട്ട്സ്, കിങ് ഓഫ് സ്പേഡ്സ്, ക്യൂൻ ഓഫ് സ്പേഡ്സ്. അത് കഴിഞ്ഞിട്ട് ക്യൂൻ ഓഫ് ഹാർട്ട്സ് എടുത്തിട്ട് ഇതിൻ്റെ ടോപ്പിലേക്ക് വയ്ക്കുക. അതേപോലെ തന്നെ ക്യൂൻ ഓഫ് സ്പേഡ് എടുത്തിട്ട് ഇതിൻ്റെ ബോട്ടം വയ്ക്കുക, ഇതിൻ്റെ അടിയിൽ വയ്ക്കുക. അപ്പോൾ നമുക്കറിയാം ക്യൂൻ ഓഫ് ഹാർട്ട്സ് മുകളിലും ക്യൂൻ ഓഫ് സ്പേഡ്സ് അടിയിലുമാണ്. ഇനി നമ്മൾ ജസ്റ്റ് സ്പെക്ടേറ്റർ അല്ലെങ്കിൽ ആരുടെ മുന്നിലാണോ നമ്മൾ മാജിക്ക് ചെയ്യണത് അവരോട് പറയുക, നമ്മൾ ജസ്റ്റ് കാർഡ് ഇങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് പറയാമെന്ന്. അപ്പോൾ നമുക്കറിയാം നമ്മൾ ഫസ്റ്റ് ഡീൽ ചെയ്യണ കാർഡ് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആണ്. പക്ഷെ അത് അവർക്കറിയില്ല. നമ്മൾ ജസ്റ്റ് ഡീൽ ചെയ്ത് പോകുമ്പോൾ പറയാം എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാമെന്ന്. അപ്പോൾ അവർ ജസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ പറഞ്ഞാൽ നമ്മൾ കിങ് ഓഫ് സ്പേഡ് എടുത്തിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഈ ഡെക്ക് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ അടിയിലത്തെ കാർഡ് ക്യൂൻ ഓഫ് സ്പേഡ് ആണെന്ന്. അത് കഴിഞ്ഞിട്ട് ഈ ഡെക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് എഗെയിൻ അവരോട് പറയുക ജസ്റ്റ് എവിടെ വേണമെങ്കിലും സ്റ്റോപ്പ് പറയാം. നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുക, അവർ സ്റ്റോപ്പ് പറയും. അപ്പോൾ നമ്മൾ കിങ് ഓഫ് ഹാർട്ട്സ് എടുത്തിട്ട് വെക്കുന്നു. തിരിച്ച് നമ്മൾ ഡെക്ക് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അടിയിലത്തെ കാർഡ് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആണെന്ന്. എഗെയിൻ നമ്മൾ കാർഡ് ക്ലോസ് ചെയ്യും, ഈ ഡെക്ക് അങ്ങ് ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഡെക്ക് സ്പ്രെഡ് ചെയ്തിട്ട് അവർക്ക് കാട്ടി കൊടുക്കുക. അപ്പോൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ ഈ കിങ് ഓഫ് ഹാർട്ട്സിൻ്റെ തൊട്ടടുത്തുള്ള കാർഡ് ക്യൂൻ ഓഫ് ഹാർട്ട്സ് ആയിരിക്കും. അതേപോലെ കിങ് ഓഫ് സ്പേഡ്സിൻ്റെ തൊട്ടടുത്തുള്ള കാർഡ് ക്യൂൻ ഓഫ് സ്പേഡ്സ് ആയിരിക്കും. പിന്നെ നമുക്ക് പ്രസൻറ്റേഷനിൽ എന്ത് വേണമെങ്കിൽ പറയാം, ദാറ്റ്സ് ഹൗ ദേ ഫൈൻഡ് ദെയർ സോൾമേറ്റ്സ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം.